ഇങ്ങനെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കഷ്ണം ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഇപ്പം മൺസൂൺ സീസണിലാണെങ്കിലും അതുപോലെ ചില സമയത്ത് നല്ല വെയിലുണ്ടാവുമല്ലോ. അപ്പോൾ വെയിൽ സമയത്തും നമ്മുടെ ചെടികൾക്ക് പ്രത്യേകിച്ചും കറിവേപ്പ് ചെടിക്കുള്ള ആ ഒരു മുരടിപ്പ് കുറയാൻ ഇതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റായിട്ട് മാർഗം. ഇത് നമ്മുടെ പച്ചക്കറി ആണെങ്കിലും പച്ചമുളക്, തക്കാളി അതിലൊക്കെ ഉണ്ടാവുന്ന വെള്ളീച്ച ശല്യം കുറയാനും അതുപോലെ തന്നെ ആ ഒരു വിളർച്ച മാറി നന്നായിട്ട് തളിർപ്പുകൾ വന്ന് നല്ല ഇലകളൊക്കെ കണ്ടോ നല്ല ഫ്രഷ് ആയിട്ട് നിൽക്കാൻ ഇത് ഞാൻ വീഡിയോ ഈയിടെ കാണിച്ചതാണ്. ഫുള്ളും കമ്പ് ഒറ്റ കമ്പില്ലാതെ നമ്മൾ മൊത്തം കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ. കാരണം ആ ഒരു ഇലയ്ക്കൊരു മുരടിപ്പ് പോലെ തോന്നിയപ്പോൾ ഞാൻ മൊത്തം കട്ട് ചെയ്തപ്പോൾ കണ്ടോ പുതിയ തളിർപ്പില വന്നു. കട്ട് ചെയ്താൽ മാത്രം പോരാ, കട്ട് ചെയ്ത് അപ്പം തന്നെ അതിൻ്റെ ചുവട്ടിൽ നിങ്ങൾക്ക് സീറോ കോസ്റ്റിലുള്ള നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കളയുന്ന എന്തെങ്കിലും ഒരു വളം അതൊക്കെ നമ്മൾ ചാനലിൽ കാണിച്ചതാണ്. അപ്പം അത് മാത്രം കൊടുത്താണ് ഞാൻ കണ്ടോ ഇലയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പം ഇതൊരു ഏകദേശം ഒരു 10 ദിവസം കൂടി ആകുമ്പോഴേക്ക് നല്ലൊരു മരമായിട്ട് തന്നെ നിൽക്കും. ചട്ടിയിലാണ് ഞാൻ നട്ടിട്ടുള്ളത്. പിന്നെ മറക്കണ്ട, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് പേജിലാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ ഫസ്റ്റ് എടുക്കുന്നത് നമ്മുടെ കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളം പുളിച്ച കഞ്ഞിവെള്ളം എടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഞ്ഞിവെള്ളം പുളിപ്പിച്ച് ചെയ്യാം. അപ്പം ഞാനിതാ നല്ല കട്ടിയുള്ള നല്ല കഞ്ഞിവെള്ളമാണ്. അപ്പോൾ കഞ്ഞിവെള്ളത്തിൻ്റെ പ്രത്യേകത ഞാൻ വീഡിയോയിൽ പറയുന്നതാണ്. കഞ്ഞിവെള്ളം കറക്റ്റായിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടുന്നതാണ്. പെട്ടെന്ന് ചെടീൻ്റെ വേര് ചീഞ്ഞു പോകാനും അതുപോലെ തന്നെ ചെടി തന്നെ നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. പക്ഷെ ഇത് കറക്റ്റായിട്ട് കൊടുക്കുകയാണെങ്കിൽ വെള്ളീച്ച ശല്യം, കീടങ്ങളെ ശല്യങ്ങളും അതുപോലെ തന്നെ വിളർച്ച, മുരടിപ്പ് എല്ലാം മാറി നല്ല ഇതുപോലെ തന്നെ ചെടികൾ വളരാനും പൂക്കാനും കായ്ക്കാനും ഒക്കെ സഹായിക്കുന്നതാണ്. അപ്പം ഇതുപോലെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയാണ് എടുക്കുന്നത്. അപ്പം ഇഞ്ചി ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതേപോലത്തെ ഒരു ഇഞ്ചി എടുത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുക്കണം കേട്ടോ. ഇഞ്ചി അല്ലെങ്കിൽ ഒന്ന് മിക്സിയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്താലും മതി, വെള്ളം ഒഴിച്ചിട്ട്. അപ്പോൾ കുറച്ച് ചെറുതായതുകൊണ്ട് ഞാൻ ഇതുപോലെ ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് മെല്ലെ ഒന്നാണ്ട് ചതച്ചെടുക്കാം. പിന്നെ ഇത് നമ്മുടെ കറിവേപ്പ് ചെടിക്ക് മാത്രമല്ല ഞാൻ കൊടുക്കുന്നത്, എൻ്റെ അടുത്ത് കുറച്ചല്ലാത്ത പച്ചക്കറികളൊക്കെ ഉണ്ട്, അതിനും കൂടി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കൂടുതൽ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ നമുക്ക് ഒരു തവണ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ തവണ നമ്മുടെ ചെടികൾക്ക് കൊടുക്കാം കേട്ടോ. ഒരു 10 ദിവസം കൂടുമ്പോൾ ചെയ്ത് കൊടുത്താൽ മതി. പെട്ടെന്ന് തന്നെ ചെടീൻ്റെ മുരടിപ്പ് മാറും. ഫസ്റ്റ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു കറക്റ്റ് റിസൾട്ട് കിട്ടും. പിന്നീടും നിങ്ങളൊരു 10 ദിവസം കഴിയുമ്പോൾ വീണ്ടും ചെയ്ത് കൊടുക്കുക. അപ്പോഴേക്ക് തന്നെ നമ്മുടെ ചെടീൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി കിട്ടും കേട്ടോ. അപ്പം ഞാൻ ഇഞ്ചി നന്നായിട്ട് ചതച്ചിട്ട് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കഞ്ഞിവെള്ളം നമ്മളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പം ഇഞ്ചിയാണ്ട് ചതച്ചെടുക്കുമ്പോൾ തന്നെ ഇഞ്ചിൻ്റെ ആ ഒരു മണം ഇതൊക്കെ പറഞ്ഞാൽ നമ്മുടെ കീടങ്ങൾക്കൊക്കെ ഭയങ്കര പ്രശ്നമാണ്. അവർക്ക് വലിയൊരു ഇഷ്ടമില്ല ഈ ഒരു മണമൊക്കെ ഉണ്ടാവുന്ന സമയത്ത്. അപ്പം എന്തായാലും ഞാൻ ഇഞ്ചി ചെറുതായിട്ടൊന്ന് കൈ കൊണ്ടൊന്ന് ഞൊരടിയിട്ടാണ് ഈ ഒരു കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. കഞ്ഞിവെള്ളം ഇല്ലാത്തവർക്ക് രാവിലെയൊക്കെ അരി കഴുകിയെടുക്കുന്ന വെള്ളമോ അല്ലെങ്കിൽ സാധാ പച്ചവെള്ളത്തിലോ ഒക്കെ ചെയ്യാം കേട്ടോ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി കലക്കിയെടുക്കുന്ന വെള്ളം ബെസ്റ്റാണ് നമ്മുടെ കറിവേപ്പിന്. അപ്പോൾ ഞാൻ എന്തായാലും ഇതുപോലെ ഈ ഒരു നമ്മുടെ കഞ്ഞിവെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പൊടി ഉണ്ടെങ്കിൽ അരിപ്പൊടി വെച്ചിട്ടും കഞ്ഞിവെള്ളം ഉണ്ടാക്കിയെടുക്കുക. അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതാണ്. അപ്പം ഞാനൊരു പിടി നമ്മുടെ ഉലുവയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഉലുവ വന്നിട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. വെള്ളം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. പുലുവി ഇട്ടു നമ്മുടെ ഈ ഒരു ഇഞ്ചീൻ്റെ കഷ്ണം ഇട്ടിട്ട് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത് എൻ്റെ കറിവേപ്പ് ചെടിയാണ്. കറിവേപ്പ് ചെടി ഇത് പറഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് ഇതിലൊക്കെ നിറഞ്ഞ് ഞാനിതിൻ്റെ തലപ്പ് കട്ട് ചെയ്ത് ഇപ്പോൾ ഈ ഒരു കോലത്തിലായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് പറഞ്ഞാൽ മൊത്തം ഒന്ന് കട്ട് ചെയ്യുകയാണ് ഇന്ന് ഞാനിത് ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം ഇതിൻ്റെ ചോടൊന്ന് ഇളക്കി ഒന്ന് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈയിടെ ഞാൻ ഇതിൻ്റെ ചോടിൽ നമ്മുടെ മുട്ട എൻ്റെ ഇത് പൊടിച്ചിട്ട് ഇതിൻ്റെ ചോട്ടിൽ ഇട്ട് കൊടുക്കുന്ന ഒരു വീഡിയോ ചാനലിൽ ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഇട്ടത് ഇപ്പം നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുരടിപ്പ് മാറും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ ചെടികൾക്ക് വേണ്ട കാൽസ്യം ഒക്കെ മുട്ടത്തോടുന്ന് കിട്ടും. അത് ഇട്ട് കൊടുത്തുകൊണ്ട് ഞാൻ ഉള്ളീൻ്റെ തൊലിയോ അല്ല കിച്ചൺ വേസ്റ്റ് ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. അപ്പം നിങ്ങളുടെ അടുത്ത് എന്തെങ്കിലും കിച്ചൺ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അതിപ്പോൾ നമ്മൾ ഈ ഒരു പോട്ടൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കിച്ചൺ വേസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് കണ്ടിട്ടിട്ട് മണ്ണ് ഇട്ട് കൊടുക്കണേ. അത് മറക്കരുതേ, എടുത്തു പറയുന്നുണ്ട്. മണ്ണ്
മസ്റ്റായിട്ട് ഇട്ട് കൊടുക്കണം. അല്ലെങ്കിൽ ഈച്ചകളും പ്രാണികളും കൂവീച്ചകളും ഒക്കെ വന്ന് നമ്മുടെ അടുത്ത ചെടികളിൽ വരെ വന്നിരിക്കും. അത് നമ്മുടെ ചെടീൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കേട് കുത്താനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം അതുകൊണ്ട് മണ്ണിട്ട് കൊടുത്താൽ നല്ലൊരു വളമായിട്ട് മാറും. ഇനി ഞാനിതാ ഇതിൻ്റെ മുകളിൽ കുറച്ച് പൊതയിട്ട് കൊടുക്കുക, ഇല ഇട്ട് പൊതയിട്ട് കൊടുക്കുക. കരിയില ബെസ്റ്റാണ്. അപ്പം ഇനി നമുക്ക് ഇതാ ഉണ്ടാക്കി വെച്ച നമ്മുടെ ഈ ഒരു വളത്തിലേക്ക് ഞാനിതാ സാധാ വെള്ളം കുറച്ചുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പച്ചവെള്ളം ഇപ്പോൾ 1-2 കപ്പ് ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളിത് ഒരു ദിവസം പുളിപ്പിച്ചെടുത്താണെങ്കിൽ ഒരുപാട് നേർപ്പിച്ചെടുക്കൊന്നും വേണ്ട. നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഒന്നാണ്ട് നേർപ്പിച്ചെടുത്താൽ മതി. അപ്പം ഞാനിത് ഇതിൻ്റെ ചോട്ടിലങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണേ. അപ്പം ഇതുപോലെ അങ്ങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇലകളിൽ തളിച്ച് കൊടുക്കുക. അപ്പം ഞാൻ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇതിൻ്റെ ഇലയ്ക്കൊരു നല്ലൊരു മുരടിപ്പ് തോന്നുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ അടിവശത്ത് കുറച്ച് മൂത്ത ഇലകളൊക്കെയാണ്. അപ്പം ആ ഒരു തലപ്പ് ഇല ഞാൻ കട്ട് ചെയ്തപ്പോൾ വീണ്ടും ഉണ്ടായി. അപ്പം അതൊക്കെ ഞാൻ കറിക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് എടുക്കും. അപ്പോൾ ഇത് ഒന്നും കൂടി ഒന്ന് ഉഷാറായിട്ട് ഈ അടിവശമൊക്കെ ഒന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി വൃത്തി ഉണ്ടാവുകയും കറിവേപ്പ് ചട്ടിയിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമായിരിക്കും. അപ്പം ഞാൻ ഇതിൻ്റെ ഫുള്ള് കമ്പണ്ട് കട്ട് ചെയ്യുന്നുണ്ട്. കട്ട് ചെയ്യുമ്പോൾ അവിടെ ഒടിച്ച് കളയുമെന്നല്ല, വൃത്തിയാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു 10 ദിവസത്തിൻ്റെ ഉള്ളിൽ ഇത് ആദ്യത്തേനേക്കാളും കുറച്ചും കൂടി ഉഷാറായിട്ട് നല്ലൊരു ഇല നിറഞ്ഞ് നല്ലൊരു ചട്ടിയിൽ നല്ലൊരു മരമായിട്ട് തന്നെ നിൽക്കും കേട്ടോ. അപ്പം ഞാനിതാ വൃത്തിയിൽ നന്നായിട്ട് തന്നെ ഇതിൻ്റെ കമ്പുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളയുന്നുണ്ട്. അപ്പോൾ വളരെ കുറഞ്ഞ ദിവസം കൊണ്ടാണ്, വെറും നമ്മൾ വളം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5 ദിവസം ആകുമ്പോഴേക്ക് തന്നെ അതിലേക്ക് പുതിയ തളിർപ്പ് ഇങ്ങനെ പൊട്ടി വരും കേട്ടോ. എന്തായാലും ഞാൻ മൊത്തം അങ്ങ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അപ്പം ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയായിരിക്കും ചെടി കാണാൻ. അപ്പം ഞാനിതാ നമുക്ക് ഇത്രയും കറിവേപ്പിൻ്റെ ഇലയുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ഉപയോഗിക്കാനുണ്ട്. അപ്പം എന്തായാലും ഈ വളമൊക്കെ ചെടീൻ്റെ ചുവട്ടിൽ കൊടുത്തു. അപ്പോൾ നമ്മൾ ഉലുവയാണെങ്കിലും ചെടികൾക്ക് നല്ലതാണ്. കാൽസ്യമൊക്കെ നന്നായിട്ട് കിട്ടാനും മുരടിപ്പ് കുറയാനും വളരാനൊക്കെ സഹായിക്കുക. അപ്പം ഞാൻ മുന്നേ ചെയ്തൊരു റിസൾട്ട് ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ വീഡിയോ കാണിച്ചതാണ്. വീഡിയോ എൻ്റെ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയായിരിക്കും. ഞാൻ വീഡിയോയിൽ കാണിച്ചാണ് ഇത് വെട്ടിയത്. അപ്പോൾ വെട്ടിയ ഭാഗമാണ് ഈ കാണിക്കുന്നത്. കണ്ടോ, ഇവിടെ വെച്ചാണ് കട്ട് ചെയ്ത് അടിയിലൊക്കെ കറിവേപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ നമ്മൾ കട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 20 ദിവസമായി. നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ചെറിയൊരു മരമായിരുന്നു കേട്ടോ. അത് ഒട്ടൊരു ഉഷാറായി നിൽക്കാതെ കണ്ടപ്പോൾ ഞാനത് കട്ട് ചെയ്ത് കളഞ്ഞതാണ്. അപ്പോൾ നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ചോട്ടിൽ വേറെ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലേ. ഇതൊന്നുമല്ല, നമ്മുടെ കൂർക്കേൻ്റെ തലപ്പൊന്ന് പറിച്ചെടുത്തിട്ട് കുത്തി കൊടുക്കണം. അതുകൊണ്ടാണ് കളയാത്തത്. ഇത് മല്ലിയാണ്. മല്ലീൻ്റെ വിത്ത് ഇതിൽ വീണിട്ട് മുളച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ പറഞ്ഞാൽ നമുക്ക് കളയാനൊരു വിഷമം. അതുകൊണ്ടാണ് മല്ലിയൊക്കെ പറഞ്ഞാൽ ഒന്ന് മുളച്ച് കിട്ടാൻ എല്ലാവരും വിഷമിക്കുകയാണ്. ഞാനിതൊക്കെ ഇങ്ങനെ വീഡിയോയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് വിത്തൊക്കെ അവിടെ ഇവിടെ ഒക്കെ ഇടുമ്പോൾ അത് എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് മുളച്ച് വന്നതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇതുപോലെ നിങ്ങൾക്കും കറിവേപ്പ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്കും അറിയിക്കുക. പിന്നെ മറക്കണ്ട, കറിവേപ്പ് നല്ല വെയിലുള്ള ഭാഗത്ത് നട്ട് വെക്കാനും മറക്കരുത് കേട്ടോ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.